നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ വ്യാഴമാറ്റം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വ്യാഴമാറ്റത്തിൽ നമുക്ക് മെയ് 14 വ്യാഴം മാറുന്നതെങ്കിൽ 18 തീയതി രാഹുകേതുക്കളും മാറുകയാണ്. രാഹുകേതുക്കൾ സാധാരണ മാറിയാൽ 18 മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും. അതായത് 1.5 വർഷത്തെ മാറ്റമാണ് രാഹുകേതുക്കൾക്കുള്ളത്. രാഹുകേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും രാഹുവും കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും. അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്, മുന്നോട്ടല്ല. രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന, അവരെ പൊതിയാൻ പറ്റുന്നൊരു ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. അതായത് നമുക്ക് അറിയാം, നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവ്വജന്മ ദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കാളസർപ്പയോഗം. അത് ഇതുപോലെ ഗ്രഹണമാണ്. അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ, അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല, അതിനേക്കാൾ കാഠിന്യമാണ് രാഹുകേതു ദോഷം, പിന്നെ ഗുളിക ദോഷം. അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവ ഗുണത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന 3 ദോഷങ്ങളെന്ന് പറയുന്നത്, ഒന്ന് രാഹുകേതു ദോഷം, ഗുളിക ദോഷം, പിന്നെ വ്യാഴ പിഴവ്. ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹുകേതു മാറ്റത്തെക്കുറിച്ച് ചാരവശാലുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം, ശനിയോടൊപ്പം മീനത്തിലാണ്. അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത്. അതുപോലെ കേതു നിൽക്കുന്നത്, എവിടെയാണോ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത്. അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത്. കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത്, അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും. അപ്പോൾ രാഹുവും കേതുവും 18 തീയതി മാറിയാൽ, രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമാണ്. അതായത് വിവാഹം, പ്രണയം, നമ്മുടെ ദാമ്പത്യം, വിദേശം, അനവധി ഭാഷകളും പഠനവും, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹുകേതുക്കൾ. രാഹു കേതുവിനെ സംബന്ധിച്ച്, കേതുവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ്, ചതവ്, ഒടിവ്, സർജറി, ചെറിയ ചെറിയ വീഴ്ചകൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ രാഹുകേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ചും കേതുവിൻ്റെ കാര്യത്തിൽ. രാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ, നാഡീ സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും രാഹുകേതു മാറ്റം മൊത്തത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം, ഓരോ കൂറിൻ്റെയും നോക്കാം. നമ്മൾ ഇന്ന് രാഹുകേതു മാറ്റത്തിൽ മേടക്കൂറാണ് ചിന്തിക്കുന്നത്. മേടക്കൂറെന്ന് പറയുമ്പോൾ സ്ഥിരം കേൾക്കുന്നവർക്കൊക്കെ അറിയാം, അശ്വതിയും ഭരണിയും കാർത്തികകാലമാണ്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികകാലനെ സംബന്ധിച്ച് പൊതുവിൽ ഇപ്പം നമുക്ക് വ്യാഴം മാറിയതും അതുപോലെ തന്നെ 7.5 ശനി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു നമ്മുടെ നേരത്തെയുള്ള വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 7.5 ശനി തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് വലിയ കഠിനമായ ദോഷമൊന്നുമില്ല. ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ വ്യാഴം 3ലേക്ക് പോയി, അപ്പോൾ സഹായസ്ഥാനത്തിന് കുറച്ച് ബ്ലോക്കുകൾ വരാം, അല്ല വലിയ മാരകമായ ദോഷങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഈ രാഹുവും കേതുവും മാറുന്നതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗുണദോഷം. രാഹുകേതു മാറുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുണമാണ്. അതിൻ്റെ കാരണം സർപ്പൻ 11ലേക്കാണ് വരുന്നത്. അപ്പം സർപ്പനെ കൊണ്ടുള്ള ഒരുപാട് സഹായം നമുക്ക് കിട്ടും. അതായത് വിദേശത്ത് പോകാനും, വിദേശ യോഗവും, അതുപോലെ തന്നെ മംഗല്യഭാഗ്യം, അകന്നിരുന്ന ആൾക്കാർ നമുക്ക് അടുക്കും, പ്രണയത്തിൽ വിജയിക്കും, അകന്നിരുന്ന പ്രണയിതാക്കൾ അടുക്കും. അതുപോലെ തന്നെ നമുക്ക് ജോലി, ബിസിനസ്സിലൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്ന, മാന്യം ഉണ്ടായിരുന്നൊക്കെ ഒന്ന് മാറും. അതുപോലെ തന്നെ ബന്ധുക്കൾ വീണ്ടും നമുക്ക് സപ്പോർട്ടേഴ്സായിട്ട് മാറും, പിണക്കങ്ങളൊക്കെ മാറും, അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ വാഹനം, പിന്നെ പുതിയ ആഭരണമോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്താ പറയുക, ഫാൻസി പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ നമ്മളിൽ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ചിരകാല സ്വപ്നങ്ങളൊക്കെ പൂവണിയും. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രീം പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ മനസ്സിൽ ചില സ്വപ്നങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന അതൊക്കെ നടക്കുന്നൊരു സമയമാണ്. പിന്നെ കലാ, സാഹിത്യ, സാമൂഹ്യ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്നവർക്ക് സ്ഥാനമാനങ്ങളും കുറച്ചുകൂടി ഒരു ജീവിതത്തിൽ മാറ്റവും വരുന്ന സമയമാണ്. അവരെ തേടി പുതിയ അവസരങ്ങൾ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ച്
ഇനി അങ്ങോട്ട് മേടക്കൂറിന് ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടുകയോ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ ബിസിനസ്സിലൊരു വികാസം ഉണ്ടാവും. ആകെ രാഹുകേതു മാറ്റം കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കേതു 5ലേക്കാണ് മാറുന്നതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല, ഗുണവും ചെയ്യില്ല. പക്ഷേ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ വേണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും നമ്മളത് ഗൗരവമായിട്ടെടുത്ത് നല്ല ചികിത്സ തേടണം. അതുപോലെ തന്നെ ധനപരമായിട്ട് ഒരു മീഡിയം ലെവലിൽ നമ്മളിങ്ങനെ പോകും, ഗുണവുമില്ല ദോഷവും ഇല്ലാതെ പോകും. പക്ഷേ ധനം നമുക്ക് അമിതമായി ചിലവഴിഞ്ഞു പോകാതെയും യാത്രകളിലൊക്കെ ധനനഷ്ടം വരാതെയും കളഞ്ഞു പോകാതെയൊക്കെ സൂക്ഷിക്കണം. പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫുഡിൽ നിന്ന് അലർജി വരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് സ്ഥാനചലനം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പൊസിഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരാം, അല്ലെങ്കിൽ നമ്മളെന്തോ പറയാം, ഈ മേലധികാരികളും താക്കീത് വരാം. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ജോലിയിൽ വരാം. അതിൽ നിന്ന് എന്തൊക്കെ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക, സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ സസ്പെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കരുതിയിരുന്നാൽ മതി. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ രാഹുകേതു മാറ്റം കൂടെ കഴിയുമ്പം നമുക്ക് ഒന്നാമത് 7ര ശനിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് കടബാധ്യതകൾ കൂട്ടാൻ ശ്രമിക്കരുത്. കടം വാങ്ങിക്കാതെ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ജാമ്യം നിൽക്കാൻ പോകരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അധികം ചെന്ന് ഇടപെട്ട് പണി വാങ്ങിക്കരുത്. പ്രത്യേകിച്ചും മധ്യസ്ഥത, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മുടെ സമയം കളഞ്ഞ് സഹായിക്കാൻ പോയിട്ട് അവസാനം അവർ നന്ദിയും കാണിക്കത്തില്ല, നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ വരാവുന്നൊരു സമയം ആയതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയണേ ഉള്ളൂ. ഇതെല്ലാം അങ്ങനെ വരണമെന്നില്ല. പിന്നെ നമ്മുടെ സ്വന്തം ജാതകാലം കൂടി നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ രാഹുകേതു ദശയോ അല്ലെങ്കിൽ ശനി ദശയൊക്കെ ആണെങ്കിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അല്ലാതെ പൊതുവിൽ വലിയ ദോഷം ചെയ്യത്തില്ല. എന്തായാലും മേടക്കൂറുകാർക്ക് പൊതുവിൽ ഐശ്വര്യവും അനുഗ്രഹവുമുള്ള വർഷമാണ്. സന്തോഷമായിട്ടിരിക്കുക. ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അത് വാട്സപ്പ് നമ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളോ നിങ്ങൾക്കൊരു കൺസൾട്ടിങ് വേണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ എനിക്ക് നല്ലതുപോലെ തിരക്കും ക്ലയൻസും ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാനൊരു 4-5 ദിവസം ഡിലേ വന്നെന്ന് വരും. നോക്കി പറയാൻ അത് നിങ്ങൾ എന്നോട് സഹകരിക്കാൻ തയ്യാറാവണം. എന്തായാലും എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.